വന്നത്. അപ്പൊ അതിന്റെ ഒപ്പം അതെ, കാരണം ഇത് ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ വിഷയമാണല്ലോ ഇത്. അപ്പൊ ഞാൻ ഇതിനോടൊപ്പം നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ്. അതെ. നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭരണപക്ഷത്തു നിന്ന് മാറി പ്രതിപക്ഷത്തിനോടൊപ്പമാണിപ്പോൾ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കുക. നിങ്ങൾക്കെതിരെ പ്രതിഷേധം. പ്രധാനമായും UDF ചില ആക്ഷേപങ്ങൾക്ക് CPM ഉന്നയിച്ചിരുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് എല്ലാം മുൻകൈയെടുത്തത് മാറ്റിക്കൊണ്ടാണ്. അതിന് എനിക്ക് പറയണം, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് തന്റെ സഹായങ്ങൾ പറയണം. ഒപ്പം ന്യായമായ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ വാഹനം കസ്റ്റഡിയിലെടുത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ട് ഇറക്കിയിട്ടില്ല. ആ വാഹനം തിരിച്ച് മുനിസിപ്പാലിറ്റി എത്തിക്കാൻ വേണ്ട നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു കാര്യം. 2 എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട LDF ഭരണസമിതി രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ 2 വിഷയങ്ങളിലാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. എന്തോ ഈ 2 വിഷയങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളപ്പരാതി, അതായത് പ്രതിപക്ഷ നേതാവിനും സഹ കൗൺസിലർമാർക്കെതിരെ 2 സ്ത്രീത്വം അപമാനിച്ചു എന്നും പറഞ്ഞു 2 കേസ് കൊടുത്തിട്ടുണ്ട്, ജാമ്യമില്ല കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്.
കൗൺസിലർ ഈ 3 നിലപാടാണ് UDF-ന്റെ കൗൺസിലർ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ വാഹനത്തിന് അത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഈ ഭരണസമിതി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ, കൗൺസിലറല്ലേ. എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ചെയർപേഴ്സന്റെ വാഹനം എന്തിനാ ഉപയോഗിച്ചവര്? അത് ഒന്നാമത്തേത്. രണ്ടാമത്തെ പൊതുജന മധ്യത്തിൽ എന്നെ ആക്ഷേപിച്ചത്. 2 മൂന്നാമത് അതിന് എതിരായിട്ട് ചെയർപേഴ്സൺ കേസ് കൊടുത്ത്. ഇത് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. എങ്ങനെ? അല്ല, മൂന്നാമത്തെ എന്ത് വിഷയമാണ്? പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. കാരണം തെറ്റ് ചെയ്തത് LDF ആണ്. അപ്പൊ LDF തെറ്റ് ചെയ്തിട്ട് UDF-നെ പഴിച്ചായിരുന്നത് ശരിയല്ല. ഇതൊരു അസാധാരണ കാഴ്ചയാണ് ഉള്ളത്. CPM-ന്റെ കൗൺസിലറായ താങ്കൾ ഇപ്പോൾ UDF-നൊപ്പം നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച. അപ്പൊ എന്നോട് വ്യക്തിപരമായിട്ട് അവർ ചെയ്തത് അനീതിയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. തുടർന്നുള്ള നടപടികൾ എന്താവും? തുടർന്നുള്ള നടപടികൾ നിയമവശം വരട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. നിലവിൽ നമ്മളിങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്റെ പ്രശ്നം അവർ ഉന്നയിച്ചു. എന്റെ പ്രശ്നം ഉന്നയിച്ചു. അപ്പൊ ഞാൻ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സമാനമായ അപ്പൊ ന്യായമല്ലാത്ത കാര്യങ്ങളെല്ലാം പ്രതികരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യായമല്ലാത്ത കാര്യമുണ്ട് ഇനിയും പ്രതികരിക്കും. CPI ഇനിയിപ്പോ ഇങ്ങനെ നാണംകെട്ട പണി കാണിച്ചിട്ട് മുന്നോട്ട് പോകാൻ നാണമില്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. തുടർന്നുള്ള രാഷ്ട്രീയ നിലപാട് ഉടൻ അറിയിക്കും. ജനാധിപത്യം തെറ്റിയ അവർക്ക് പങ്കെടുക്കാൻ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ചെയർപേഴ്സണെ വളഞ്ഞിരിക്കുകയാണ് UDF അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ. കലാരാജു UDF പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു UDF അംഗങ്ങൾ നടത്തിയത്. അതിനൊപ്പം കലാരാജുവും അവർക്കൊപ്പം തന്നെ ഇരുന്നു. അതായത് കൗൺസിലർ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത്. വലിയ ബഹളമാണ്. ചെയർപേഴ്സണെ വളഞ്ഞായിരുന്നു പ്രതിഷേധം. ഡയസിന് മുന്നിലിരുന്നാണ് UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. ഇപ്പോൾ ചെയർപേഴ്സൺ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകളൊന്നും കണ്ട എന്നൊരു കാര്യമുണ്ട്. മുഴുവൻ ആളുകൾ ഇല്ല
വലിയ ഭയപ്പെടുകയാണ്. ജനാധിപത്യത്തിന്റെ നാലാം സ്ഥാനത്തിലാണ് യഥാർത്ഥ സംഭവം ഈ കൗൺസിലർ